തലയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാവുന്ന അസ്വസ്ഥത ജനിപ്പിക്കുന്ന വേദനയാണ് തലവേദന. കഠിനമായ തലവേദന, കുത്തുന്ന പോലുള്ള തലവേദന, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, കോവിഡ് മൂലമുള്ള തലവേദന തുടങ്ങി പലതരം തലവേദനയ്ക്ക് വളരെ വേഗം റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വ്ലോഗ് ട്യൂബ്. നമ്മുടെ ഡെയിലി ലൈഫിൽ സാധാരണമായി വരുന്ന ഒരു ഇഷ്യൂ ആണ് തലവേദന. കോമൺ ഇഷ്യൂ ആണെങ്കിൽ പോലും തലവേദന വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അസഹനീയമാണ്. ഹെവിയായി തലവേദന വരുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ ടിപ്സാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം മൈഗ്രെയിൻ, സൈനസൈറ്റിസ് എന്നിവ വരാതെ നോക്കാൻ ഇത്തരക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ റെസിപ്പിയും നമ്മളിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. തലവേദനയ്ക്ക് വേഗം പരിഹാരം ലഭിക്കാനായി പണ്ട് തൊട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ് മുയൽ ചെവിയൻ. ദശപുഷ്പങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ പരിസരങ്ങളിലും പറമ്പുകളിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ചെറിയ ചെടിയാണിത്. ഇതിൻ്റെ ചെടിയിലും ഇലയിലും തണ്ടിലുമെല്ലാം ചെറിയ രോമങ്ങളും കാണാം. പർപ്പിളിഷ് വയലറ്റ് നിറമുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. പൂക്കൾ ഉണങ്ങിക്കഴിഞ്ഞാൽ പറന്നു വീണ് അതിൽ നിന്ന് വിത്ത് മുളച്ചാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. ആയുർവേദ പ്രകാരം ത്രിദോഷങ്ങളായ വാതം, പിത്തം, കഫം എന്നിവയ്ക്ക് വളരെ മികച്ചൊരു പരിഹാരമാണ് ഈ ചെടി. അതുകൊണ്ട് തന്നെ സൈനസൈറ്റിസ് മാറിക്കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ചെടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇലയ്ക്ക് മുയലിൻ്റെ ചെവിയോട് സാമ്യമുള്ളതുകൊണ്ടാകാം ഇതിന് മുയൽ ചെവിയൻ എന്ന് പേര് വന്നത്. അപ്പോൾ തലവേദന വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ചെടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് മുയൽ ചെവിയൻ്റെ ഇല ഒരു ചെറിയ പിടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇല ഇടിച്ചു പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കാം. അപ്പോൾ നമ്മൾ മുയൽ ചെവിയൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നീര് നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയ തലവേദന തോന്നുന്ന സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ പെരുവിരലിൽ ഇറ്റിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ തലവേദന മാറിക്കിട്ടുന്നതാണ്. ഇനി ഈ നീരൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാതെ ഈ ഇല ചതച്ചെടുത്ത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കാലിലേക്ക് ഇറ്റിച്ചാണെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ പെരുവിരലിലേക്ക് ഈ നീരൊഴിക്കുന്നത് വഴി നിങ്ങളുടെ ഏത് തരത്തിലുള്ള തലവേദനയാണെങ്കിലും വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ്. ഇത് ഏത് പ്രായക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതിനില്ല. ഇനി തലവേദന മാറാനായിട്ട് മുയൽ ചെവിയൻ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായ മറ്റൊരു സൊല്യൂഷൻ കൂടെ പറയാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യം രാസ്നാദിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളൊരു സ്പൂൺ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് രാസ്നാദിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ച മുയൽ ചെവിയൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി രാസ്നാദിപ്പൊടിയും മുയൽ ചെവിയൻ്റെ നീരും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസായി പോരുത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെ ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് വെറ്റും അല്ലാത്ത രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് നിങ്ങൾക്ക് തലവേദന തോന്നുന്ന സമയത്ത് നെറുകയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നെറുകയിൽ വെക്കുന്നതും തലവേദന വളരെ പെട്ടെന്ന് മാറിക്കിട്ടാൻ വളരെ മികച്ചൊരു റെമഡിയാണ്.
ഇനി ഇങ്ങനെ ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നീരിറക്കത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് പേടിയുള്ളവർക്കായിട്ടൊരു മെത്തേഡും കൂടെ പറഞ്ഞു തരാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുയൽ ചെവിയനും രാസനാദിപ്പൊടിയും ഇതുപോലെ ഗ്യാസ് സിമ്മിലിട്ട് പതുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊരുപാട് ഡ്രൈ ആയി പോകരുത് കേട്ടോ. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറിയ ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. ചൂടാറിയ ശേഷം ഈ മിക്സ് കാണുന്ന പോലെ നെറുകയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ഇത് നിങ്ങളുടെ നെറുകയിൽ വെച്ചാൽ മതി. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് എടുത്ത് കളയാവുന്നതാണ്. ഇനി കളഞ്ഞില്ലെന്ന് വെച്ചിട്ടും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ തലവേദന മാറാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള 2 മെത്തേഡാണിത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുയൽ ചെവിയൻ്റെ ഇല കയ്യിലിട്ടൊന്ന് കശക്കി ഇതുപോലെ മുയൽ ചെവിയൻ്റെ ഇലയുടെ നീര് നിങ്ങളുടെ നെറുകയിൽ ഇറ്റിച്ചു കൊടുക്കുന്നതും തലവേദന മാറാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ തലവേദന മാറിക്കിട്ടാനായിട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സാണിത്. അപ്പോൾ തലവേദനയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തലവേദനയുള്ളവർക്ക് തലവേദന വളരെ പെട്ടെന്ന് മാറിക്കിട്ടാനും തലവേദന വരാതെ ഇരിക്കാനും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാച്ചെണ്ണ റെസിപ്പിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തലവേദനയൊക്കെ ഉള്ളവർ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ തലവേദന മാറാനുള്ള ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 പിടി മുയൽ ചെവിയൻ്റെ ഇലയും 1 പിടി പൂവാങ്കുരുനിലയുടെ ഇലയും 4-5 പനിക്കൂർക്ക ഇലയുമാണ്. ഇനി പൂവാങ്കുരുനില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുയൽ ചെവിയൻ്റെ ഇല 1 പിടിയും 4-5 പനിക്കൂർക്ക ഇലയും എടുത്താലും മതി. അപ്പോൾ ഈ ഇലകളെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഇവിടെ ഈ കാണുന്നത്. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ലിറ്റർ എണ്ണ, അതായത് 250 മില്ലി എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച മുയൽ ചെവിയൻ്റെയും പൂവാങ്കുരുനിലയുടെയും അതുപോലെ പനിക്കൂർക്കയുടെയും ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഇലകൾ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എണ്ണയുടെ മുകളിലായിട്ട് ഒരുപാട് കുമിളകളുണ്ട്. ഈ കുമിളകളെല്ലാം കറക്റ്റായിട്ട് സെറ്റിലായി നമ്മുടെ എണ്ണ പാകമായി വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഇല ചതച്ചെടുക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ എണ്ണ പാകമായി വരുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയുടെ മുകളിലെ ബബിൾസൊക്കെ ഒന്ന് സെറ്റിലായി ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് മുകളിലേക്ക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കുരുമുളകൊക്കെ മുകളിലേക്ക് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ട്. അതുപോലെ ഈ എണ്ണയുടെ മുകളിലുണ്ടായ ബബിൾസും ഒക്കെ സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ എണ്ണയുടെ അടിയിൽ സെറ്റിലായിട്ടിരിക്കുന്ന നമ്മൾ ഇട്ട് കൊടുത്ത ഇലയുടെ പാർട്ടിക്കിൾസ് എടുത്ത് കയ്യിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് ക്രഷായി വരും. അപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഗ്യാസ് ഓഫ് ആക്കിയ ശേഷം നമുക്ക് എണ്ണ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം നിങ്ങൾ ഈ ഓയിൽ അരിച്ചുപയോഗിക്കുക. അപ്പോൾ അരിച്ചെടുത്ത ഓയിലാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു ഗ്രീനിഷ് കളറായിരിക്കും ഈ ഓയിലിന്. നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ ഇത് തലവേദന ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തലവേദനയ്ക്ക് വളരെയധികം വ്യത്യാസം വരും. പറ്റുന്നവർ ഡെയിലി തന്നെ ഉപയോഗിക്കുക. ഇനി ഡെയിലി ഉപയോഗിക്കാൻ സാധിക്കാത്തവർ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഓയിൽ തലയിൽ നന്നായിട്ട് പുരട്ടി നിന്ന് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എണ്ണ വാഷ് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മൈൽഡ് ഷാമ്പുവോ താളിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുന്നവർ എന്നും ഷാമ്പുവോ താളിയോ ഉപയോഗിക്കണമെന്നില്ല. 2 ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാലും മതി കേട്ടോ. പിന്നെ നീരിറക്കം വരാൻ സാധ്യതയുള്ളവർ ഈ ഓയിൽ നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് ഒരു തവണ ട്രൈ ചെയ്തിട്ട് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓയിലാണിത്. അപ്പോൾ തലവേദനയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഓയിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ കാണിച്ച മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
പിന്നെ മുയൽ ചെവിയന് ഇത് മാത്രമല്ല കേട്ടോ ഗുണങ്ങളുള്ളത്, വേറെയും ഒത്തിരി ഗുണങ്ങളുള്ളൊരു ചെടിയാണ് മുയൽ ചെവിയൻ. ടോൺസിലൈറ്റിസ്, തൊണ്ടവേദന എന്നിവയൊക്കെ മാറാനായിട്ട് മികച്ചൊരു പരിഹാരമാണ് മുയൽ ചെവിയൻ. അതിനുവേണ്ടി മുയൽ ചെവിയൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ കഴിയുമ്പോൾ സജഷനായിട്ടും അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇനി സൈനസൈറ്റിസ് ഉള്ളവർക്കും അതുപോലെ നെഞ്ചിലും തലയിലും ഒക്കെ കഫം കെട്ടിക്കിടക്കുന്നവർക്കും ഒക്കെ കഫം വളരെ പെട്ടെന്ന് അലിയിച്ച് കളയാൻ പറ്റിയൊരു സൊല്യൂഷനും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കൂടാതെ സജഷനായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അതുകൂടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.